ഞാൻ ഡോക്ടർ MP മണി, ഒരു പഴയകാല ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരനാണ്. ഇപ്പോൾ നമ്മൾ വാർത്തകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയമാണ്. അത് നല്ല രാഷ്ട്രീയമാണോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടാണ്, നല്ലതാണെന്ന് പറയാൻ. ആ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എനിക്ക് തോന്നുന്നത്, നമ്മളിപ്പോൾ ഒരാൾക്കൊരു ഓട്ടോറിക്ഷയുടെ ഓടിക്കാനുള്ള ലൈസൻസ് കിട്ടണമെങ്കിൽ അയാളത് ഓടിക്കാൻ പഠിക്കണം, ടെസ്റ്റ് കൊടുക്കണം, ലൈസൻസ് എടുക്കണം, അങ്ങനെ കുറേ നടപടികളുണ്ട്. രാഷ്ട്രീയ പാഠങ്ങൾ പഠിക്കാൻ ഇതൊന്നും ആവശ്യമില്ല. രാഷ്ട്രീയ പ്രവർത്തകനാകണമെങ്കിൽ ഒന്നും ആവശ്യമില്ല, വെറുതെ ഒരു സംഘം ഇറങ്ങിയാൽ മതി. ഇതൊരു വലിയ ശാസ്ത്രമാണ് രാഷ്ട്രീയമെന്ന് പറയുന്നത്. ഒരുപാട് പഠിക്കാനുള്ള ശാസ്ത്രമാണ്. ഇത് പഠിക്കാതെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ദുരന്തമാണ് നമ്മളിപ്പോൾ ഈ വാർത്തകളിൽ നല്ല വാർത്തകളൊന്നും കാണാൻ കിട്ടാത്തൊരവസ്ഥയായിരിക്കുന്നത്. ഈ ചുരുക്കി പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ പഠിക്കുകയും അതിന് പരിഹാരം കാണുകയുമാണ് രാഷ്ട്രീയ പ്രവർത്തനം. വളരെ ലളിതമാണത്. ഇവിടെ നാടിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നും ജനങ്ങളുടെ പ്രശ്നം എന്താണെന്നും ഇവിടെ നമ്മൾ പ്രാദേശിക തലം തൊട്ട് രാഷ്ട്രീയ പ്രവർത്തകർ ചോദിച്ചാൽ അവർക്കത് അറിയില്ല, അറിയേണ്ട കാര്യമില്ല. അവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അത് ജനങ്ങൾ കേൾക്കുന്നു. അല്ല, അതിനപ്പുറം ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ആർക്ക് വേണം? നാടിൻ്റെ പ്രശ്നങ്ങൾ ആർക്ക് വേണം? ഇത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. അതായത് ഈ അടുത്ത ദിവസം എനിക്കുണ്ടായ ഒരു അനുഭവം, ഈ പഞ്ചായത്ത് പ്രാദേശിക ഭരണകൂടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇപ്പോൾ അടുത്താണ് കഴിഞ്ഞത്. അപ്പോൾ അതിന് കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു പത്രത്തിൽ എഴുതി, ഈ പഞ്ചായത്തി രാജ് നിയമം എന്താണ്, ഇതിവിടെ നടപ്പിലാക്കിയതിൻ്റെ പാളിച്ചകൾ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇത് പാളിച്ചകളില്ലാതെ ഭാവിയിൽ നടപ്പിലാക്കാൻ എന്തൊക്കെ ചെയ്യണം, ഈ വിഷയങ്ങളിൽ ഒരു പരീക്ഷ നടത്തി അതിൽ വിജയിക്കുന്നവരെ മാത്രമേ സ്ഥാനാർത്ഥിയാകാൻ അനുവദിക്കാവൂ എന്ന് പത്രത്തിൽ. അത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്, നമുക്ക് എഴുതാം. ഈ അടുത്ത ദിവസം എനിക്കൊരു കാർഡിൽ ഒരു കത്ത് വന്നു. ഈ കത്ത് അയച്ചത് അഭ്യസ്തവിദ്യനായ ഒരു വോട്ടർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ കത്ത് തുടങ്ങുന്നത്, നിങ്ങൾ ഈ അടുത്ത ദിവസം പത്രത്തിൻ്റെ പേരെഴുതിയില്ല, പത്രത്തിൽ എഴുതിയ കാര്യം ശുദ്ധ വിവരക്കേടാണെന്ന്. അപ്പോൾ എൻ്റെ വിവരക്കേട് വളരെ എളുപ്പം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ സംഭവമാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നിയത്. കാരണം ഞാനും വിവരക്കേട് പറയാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇവിടെ രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ ഈ പാഠങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട്. ഒരു കാലത്ത് ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ കൈകാര്യം ചെയ്യുന്നു. പാർട്ടി ക്ലാസ്സുകൾ നടത്തുമായിരുന്നു, രാഷ്ട്രീയ പാഠങ്ങൾ പഠിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല. അഥവാ ഈ ചെറിയ ചെറിയ ക്ലാസ്സുകൾ എവിടെയെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അത് ആ നടത്തുന്ന പാർട്ടിയുടെ മഹത്വം പ്രചരിപ്പിക്കാൻ മാത്രമാണ്. അവരുടെ ഇവിടുത്തെ എല്ലാ നേട്ടങ്ങളും അവരുടെ കഴിവുകളും എല്ലാ കോട്ടങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ കഴിവുകളെന്നാണ്. അപ്പോൾ ഇവർക്കെല്ലാവർക്കും പറയാനുള്ളൊരു ഭാഷ, ഈ നമ്മൾ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിക്കാൻ വരുമ്പോൾ അവർ പറയും വികസനം, ഇവിടെ ഒരു മാറ്റം വേണം, വികസനം. എന്താണ് ഈ വികസനം എന്നാരും അവരോട് ചോദിക്കാറില്ല. ചോദിച്ചാൽ അവരോട്ട് മറുപടി പറയാനും അറിയില്ല. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായ വിശദീകരണങ്ങളുണ്ട്. ഒരു രാഷ്ട്രത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് ആദ്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ, അവിടുത്തെ എല്ലാവർക്കും ആവശ്യത്തിന് ആഹാരം ലഭിക്കണം. ഈ ആഹാരം ലഭിക്കാൻ ഓരോരോ പ്രദേശത്തും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട ആഹാരത്തിനുള്ള കാര്യങ്ങൾ, അതെല്ലാം നെല്ല്, ഗോതമ്പാണെങ്കിൽ ഗോതമ്പ്, അതാത് പ്രദേശത്തിൻ്റെ കൃഷി ചെയ്ത് ഉണ്ടാക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കണമെന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് പ്രധാനപ്പെട്ട കാര്യം ആഹാരമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ സമാധാനപരമായിട്ട് താമസിക്കാൻ സ്വന്തമായൊരു വീട് വേണം. അതാണ് അത് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അതാണ് വികസനത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം. അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമാണ്. അത് സൗജന്യമായി തന്നെ ജനങ്ങൾക്ക് ലഭിച്ചിരിക്കണം. അടുത്ത ഭാഗം ആരോഗ്യ സംരക്ഷണമാണ്. അതും സൗജന്യമായി, കാരണം ആരോഗ്യ സംരക്ഷണം പൊതുജനത്തിൻ്റെ അവകാശമാണ്, അത് കൊടുക്കാൻ കഴിയണം. ഇത് കഴിഞ്ഞാൽ സമാധാന അന്തരീക്ഷം വേണം. അതായത് സ്വസ്ഥമായി ജീവിക്കാൻ, സ്വസ്ഥമായി വഴി നടക്കാൻ. ഇതോടൊപ്പം ഇവർക്ക് ജീവിക്കാൻ ആവശ്യമായ ഒന്നുകിൽ തൊഴിലുണ്ടാവണം, അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും സാഹചര്യം ഉണ്ടാവണം. ഇത് കഴിഞ്ഞാൽ സമാധാന അന്തരീക്ഷം, അതിലൂടെ ക്രമസമാധാന പാലനം വളരെ ഭംഗിയായിരിക്കണം. അപ്പോൾ എന്താണ് ഈ ക്രമസമാധാന പാലനം എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല. അപ്പോൾ ഇത് കോട്ടയത്ത് ജീവിച്ചിരുന്നപ്പോൾ അവിടെ ഏതൊരു സെമിനാറിൽ
അവിടെ ഒരു IPS ഉദ്യോഗസ്ഥനാണ് എന്താണ് ക്രമസമാധാന പാലനം എന്ന് വിശദീകരിച്ചത്. അദ്ദേഹം പറഞ്ഞത് അന്ന് സർവാഭരണ വിഭൂഷിതയായ ഒരു സ്ത്രീക്ക് ഏത് സമയത്തും എവിടെയും ഭയം കൂടാതെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും സാഹചര്യമാണ് ക്രമസമാധാനം എന്നാണ്. അത് നമുക്ക് എന്തെങ്കിലും സാധ്യമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇവിടെ ഈ എനിക്കുണ്ടായ ഒരു അനുഭവം, പല പല പ്രാവശ്യം നമ്മുടെ സർക്കാർ ഓഫീസുകളിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. ഒന്നും നടക്കില്ല. ആകെ ബഹളം, വലിയ അവരിട്ട് നമ്മൾ വട്ടം കറക്കും. അല്ലാണ്ട് നല്ലൊരു സമീപനം ഒരു സർക്കാർ ഓഫീസിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഇതിനേക്കാളൊക്കെ വേദനാജനകമായ ഒരു കാര്യം, ഒരു പുതിയ വൈദ്യശാസ്ത്ര സിദ്ധാന്തം പരീക്ഷണ സിദ്ധമായി തെളിയിക്കാനുള്ള റിസർച്ച് പ്രോജക്റ്റ് 2001 മഹാത്മാഗാന്ധി സർവകലാശാലയെ കൊടുത്തു. അത് വളരെ നീചമായി അട്ടിമറിക്കപ്പെടുകയുണ്ടായത്. ഇത് പഞ്ചായത്ത് തലം മുതൽ രാഷ്ട്രപതി ഭവൻ വരെ തപാലിലൂടെ അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ ഞാൻ നേരിട്ട് കണ്ടും ഫോണിലൂടെ അറിയിച്ചിട്ടുണ്ട്. അവർ പലരും ചോദിച്ചത് ഞങ്ങളെന്ത് ചെയ്യാനാ, അവരെത്ര പെട്ടെന്നുള്ള ഞങ്ങളെന്ത് ചെയ്യാനാ. അപ്പം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവർക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വലിയ പിടിപാടില്ല. രസകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 10-20 കൊല്ലം മുമ്പ് 2004-5 ആണ്, ഞാനൊരു പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് അതിൻ്റെ സെക്രട്ടറിയെ കണ്ടു. സെക്രട്ടറി ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദമുള്ള വ്യക്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനൊരു ആരോഗ്യ പ്രവർത്തകനാണ്. അപ്പോൾ ഈ ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ, ഈ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് അതെങ്ങനെ കൈകാര്യം ചെയ്യാം, അത് ഇവിടെ എങ്ങനെ രോഗികളുടെ എണ്ണം കുറയ്ക്കും, ഇത്തരത്തിൽ ഓരോ വാർഡിലും ബോധവൽക്കരണ പരിപാടികൾ നടത്തണം. എൻ്റെ സേവനം സൗജന്യമായി ഞാൻ തരാം, നമുക്കൊന്ന് ആലോചിച്ചാലോ എന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. ഇദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്കൊന്ന് നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരുത്തനെങ്കിലും ഇതിനകത്ത് വേണ്ടേന്ന് ചോദിച്ചു. അതൊരു വലിയ ചോദ്യമായിരുന്നു. അപ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് മഹത്തായ ഒരു കർമ്മമാണ്. ഇത് ഈ വാചകടിച്ച് നടക്കാൻ മാത്രമല്ല. ഇവിടെ നാടിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കണം. അത് നമ്മൾ രാത്രി നഗരത്തിലിറങ്ങിയാൽ കടത്തിണ്ണകൾ മുഴുവൻ ജനങ്ങൾ കിടന്നുറങ്ങുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഈ മൊസൈക്കിട്ട നിലത്ത് ജനങ്ങൾ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ അറിയാനോ നമുക്ക് ആർക്കും താല്പര്യമില്ല. അപ്പം നമുക്കൊരു നല്ല രാഷ്ട്രീയ സംസ്കാരം ഇവിടെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിനെനിക്ക് തോന്നുന്നത് ഈ ഹൈസ്കൂൾ ക്ലാസ് മുതൽ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രാഥമിക പാഠങ്ങൾ, ഭരണഘടനയുടെ ആമുഖം, അതിൻ്റെ ഒരു ചെറിയ വിശദീകരണം, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അതങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അപ്പോൾ അവർ വളർന്നു വന്ന് രാഷ്ട്രീയക്കാരാണ് ആവുകയാണെങ്കിൽ അവർക്കൊരു കാഴ്ചപ്പാടുണ്ടാവും. നമ്മളിവിടെ രാഷ്ട്രീയ പ്രവർത്തകർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളുടെയും നാടിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. അതോടൊപ്പം അവർക്ക് ചെയ്യാൻ ഉത്തരവാദിത്തമുള്ളൊരു കാര്യം, ഭരണകൂടത്തിൻ്റെ കൊള്ളരുതായ്മകൾ, ഈ ഭരണകൂടത്തിൻ്റെ കൊള്ളരുതായ്മകൾ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. ഭരണകൂടത്തിൻ്റെ തെറ്റുകൾ വരുമ്പോൾ അവരെ തിരുത്താൻ ശ്രമിക്കുക. അതിന് നമ്മൾ അക്രമ മാർഗങ്ങളോ പ്രകടനമോ കല്ലേറോ ഇതൊന്നും ആവശ്യമില്ല. അതൊക്കെ സമാധാനപരമായ മാർഗത്തിലൂടെ തന്നെ ആയിരിക്കണം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു നല്ല രാഷ്ട്രീയ സംസ്കാരം ഉണ്ടാകാൻ രാഷ്ട്രീയ വിദ്യാഭ്യാസം അത് സ്കൂൾ തലത്തിൽ തന്നെ തുടങ്ങണം എന്നാണ് പറയാനുള്ളത്.